അരൂരിൽ ദേശീയപാതയിൽ ഗർഡർ തകർന്ന സ്ഥലം എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഇപ്പോൾ സന്ദർശിക്കുകയാണ്. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ കെ.സി. വേണുഗോപാൽ അരൂരിലെത്തിയിരിക്കുന്നു. അവിടെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആരാണ്? സ്മൃതി, ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരാണ് കെ.സി. വേണുഗോപാൽ എംപിയോട് ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച്, നിർമ്മാണ പ്രവൃത്തിയുടെ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമായിരുന്നു നാടിനെ നടുക്കിയ ദാരുണമായിട്ടുള്ള സംഭവം ഇവിടെ ഉണ്ടായിരുന്നത്. ദേശീയപാതയുടെ ഉയരപാതയുടെ നിർമ്മാണം ഈ ഒരു മേഖലയിൽ പുരോഗമിക്കുന്ന വേളയിലായിരുന്നു ഗർഡർ തകർന്ന ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിയായിട്ടുള്ള രാജേഷ് മരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വാഹനം തകർന്നായിരുന്നു മരണം സംഭവിച്ചിരുന്നത്. ഇപ്പോൾ ദേശീയപാത ഉദ്യോഗസ്ഥരുടെ കർശനമായ അദ്ദേഹം കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യമാണ് വിശദീകരിക്കുന്നത്. ദേശീയപാത ഉദ്യോഗസ്ഥരോട് കെ.സി. സംസാരിക്കുന്നതാണ് തത്സമയം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എഐസിസി ജനറൽ സെക്രട്ടറി, അതോടൊപ്പം തന്നെ ആലപ്പുഴയുടെ ലോക്സഭാ MP, അതോടൊപ്പം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പദവി വഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് ഈ ഒരു മേഖലയിൽ ഇപ്പോൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കെ.സി. ഇപ്പോഴും ഈ റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് എത്ര കാലമായി വർക്ക് തുടങ്ങിയിട്ട്? എത്ര കാലമായി ഈ വർക്ക് തുടങ്ങിയിട്ട്? അരൂർ തുറവൂർ വർക്ക് തുടങ്ങി എത്ര കാലമായി? 2.5 വർഷം. നിങ്ങൾക്കൊരു സർവീസ് റോഡ് പക്ക റോഡാക്കാൻ 2.5 വർഷം കൊണ്ട് കഴിയുന്നില്ല അല്ലേ? നിങ്ങൾ എന്ത് ഏജൻസിയാണ് ഞാൻ ചോദിക്കുന്നത്? ഇത്രയും വലിയ വർക്ക് നടത്തുന്ന നിങ്ങൾക്ക് 2.5 വർഷം കൊണ്ട് ഈ പക്ക, ഇത് നാഷണൽ ഹൈവേ ആണ്, ലൈഫ് ലൈനാണ്, ഈ 10 കിലോമീറ്റർ സർവീസ് റോഡ് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെ, എന്ന് തീരുന്നത് നിങ്ങളെ വർക്ക്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുണ്ട്. സാധാരണ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, പാർലമെന്ററി കമ്മിറ്റികളിൽ നമുക്കറിയാം, നിങ്ങളുടെ ഓഫീസേഴ്സ് NHA ചെയർമാൻ അടക്കം പറഞ്ഞിരിക്കുന്നത് സർവീസ് റോഡ് പക്കയാക്കിയിട്ട് മാത്രമേ NH വർക്ക് നടത്താൻ പാടുള്ളൂ. കാരണം ആൾക്ക് യാത്ര ചെയ്യണമല്ലോ. ഗതാഗതം കംപ്ലീറ്റ് നിരോധിച്ചിട്ടുണ്ടോ ഇവിടെ? ഇല്ലല്ലോ, ഗതാഗതം ഉണ്ടല്ലോ. അപ്പൊ അവർ പോണ്ടേ? അപ്പൊ അതിനുശേഷം ഇവിടെ ഉണ്ടായ പ്രത്യേകത, ഈ റോഡിൽ മാത്രം 40-41 പേര് മരിച്ചു. ആലപ്പുഴ കളക്ടറിൽ ഞാൻ മാത്രം പങ്കെടുത്ത 7 മീറ്റിംഗ് നടന്നു. 7 മീറ്റിംഗ്. അവിടെയൊക്കെ ഇതായിരുന്നു ഡിസ്കസ് ചെയ്ത് നമ്മൾ. ഡൽഹിയിൽ വിളിച്ചുകൂട്ടി, PSC കമ്മിറ്റി ഇവിടെ വന്നു, അവിടെയും പറഞ്ഞു നിങ്ങൾക്ക് ഇതൊക്കെ ലാഘവ ബുദ്ധിയോടി. ഇപ്പൊ ഏറ്റവും വലിയൊരു ദുരന്തം വന്നു. ഭാഗ്യത്തിന് ഒരു വലിയ ഒരാൾ മാത്രമേ അതിനകത്തുള്ളൂ. ഞാൻ ഭാഗ്യത്തിനല്ല പറഞ്ഞ, പാവപ്പെട്ടവർ മാത്രമേ മരിച്ചുള്ളൂ. അതിനകത്തൊരു 10 പേരുണ്ടായിരുന്നെങ്കിലോ ആരോട് നിങ്ങൾ സമാധാനം പറയും? നിങ്ങൾക്ക് ധൃതിയാണ്. ഇത്രാം തീയതിക്കുള്ളിൽ ഇത് പൂർത്തീകരിക്കുക. ഇത് പൂർത്തീകരിക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇത് പൂർത്തീകരിക്കുമ്പോൾ സർവീസ് റോഡ് വേണം, ആളുകൾക്ക് സുരക്ഷിതത്വം വേണം. ആളെ കൊന്നിട്ടല്ല റോഡ് ഉണ്ടാക്കേണ്ടത്. ഈ വർത്തമാന കാലത്ത് ഇത്രയും സാങ്കേതിക സൗകര്യങ്ങൾ ആരാ ഡൈവേർട്ട് ചെയ്യേണ്ടത്? അല്ല, ഈ ട്രാഫിക് നിങ്ങൾ എങ്ങനെ അനുവദിച്ചു ആ സമയത്ത്? You should be responsible. Who allow the traffic? ഓരോ 10 മിനിറ്റ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ അങ്ങനെയാണ് പണി നടത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും പണി തീർക്കത്തില്ല. 3500. അല്ല, അന്ന് ഞാൻ ചോദിക്കുന്ന ഈ ഗേഡർ പണി ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ വണ്ടി വിടുന്നത് അഡ്വൈസബിൾ ആണോ? ഒന്ന് പറഞ്ഞത് തരക്കില്ല. ഒറ്റ ചോദ്യോത്തരം പറ. ഇത്രയും ഹെവി വർക്ക് നടക്കുന്ന ഗേഡർ ഇതിലൂടെ ഗതാഗതം വിടുന്നത് അഡ്വൈസബിൾ ആണോ അല്ലയോ? പിന്നെങ്ങനെയാ വന്നത് വണ്ടി? നിങ്ങളോട് ഈ പറഞ്ഞിട്ട് കാര്യം ഞാൻ പറഞ്ഞ